നമ്മൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഒരു ഫിഷ് കറി വയ്ക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്ന്. പക്ഷേ എൻ്റെ മോള് എനിക്ക് സപ്പോർട്ടില്ല സംസാരത്തിൽ. അവൾക്ക് സൗണ്ടിന് റെസ്റ്റ് കൊടുത്തേക്കുന്നു. ഭയങ്കര നീരുവീഴ്ചയും ഒക്കെ ആയതുകൊണ്ട് നിശബ്ദതയിലാണ് ഇത് പിടിക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഈ കറി ഞങ്ങളുടെ അമ്മയുടെ കറിയാണ്. ഇവരുടെ അമ്മാമ്മയുടെ ഏലിക്കുട്ടി എന്നാണ് അമ്മയുടെ പേര്. അമ്മ ബെസ്റ്റായിട്ട് മീൻ കറി വയ്ക്കും. ആ അമ്മയുടെ കറി ഇപ്പം നമ്മൾ ആ കറിയിലേക്ക് പോകുന്നു. കറിക്ക് നമുക്ക് കിട്ടിയ മീൻ വറ്റയാണ് ഒരു 650 ഉണ്ടാവും. പിന്നെ മാങ്ങ ഒരെണ്ണം, കുറച്ച് ഒരു കുടപ്പുളി ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ. ഇത് ആദ്യത്തെ പാല്, ഇത് രണ്ടാമത്തെ പാല്, ഇത് മല്ലി, മുളക്, മഞ്ഞൾ അത് മിക്സ് ചെയ്ത് അരച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഇഞ്ചിയും വേപ്പലയും ചതച്ചത്, ചുവന്നുള്ളി ചതച്ചത്, പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ ഇത് കാച്ചാനുള്ളത് ചെറിയ ഉള്ളി, വേപ്പല. ആദ്യം തന്നെ ഇഞ്ചി, വേപ്പല ചതച്ചത്, ഈ മുളക്, ഇതെല്ലാം കൂടി. ചട്ടി നമ്മൾ ഓണാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ മസാല എല്ലാം പുരട്ടിയതിന് ശേഷം ഓണാക്കുള്ളൂ. ഇത് അരപ്പ്: മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി 3 സ്പൂൺ, മുളക് പൊടി 1.5 സ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഇനി മാങ്ങ. വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇവിടെ തിരുമ്പും. അന്ന് അങ്ങനെയാണ് കറി വയ്ക്കുന്നത് അമ്മയ്ക്ക്. ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാം കൂടി അരപ്പ് തിളയ്ക്കുമ്പോൾ മീനിടുള്ളൂ. അന്ന് ഇതേപോലെ വയ്ക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മീനും കൂടി ചേർക്കും. ഇനി ഇത് കൂട്ടി തിരുമ്പി ഇത് കറി ഇതിങ്ങനെ തിരുമ്പണയിലൊക്കെ ഭയങ്കര ഇത് പറയുമ്മ. നന്നായിട്ട് തിരുമ്പി കൂട്ടി യോജിപ്പിച്ച് വെക്കണം. ഇതിങ്ങനെ വെച്ചിട്ടാണ് അവരന്ന് തേങ്ങ ചിരക. നമ്മുടെ വീട്ടിൽ അമ്മാമ്മയാണ് തേങ്ങ ചിരക. അമ്മാമ്മ ഒറ്റ കൊത്തുമില്ലാണ്ട് തേങ്ങ ചിരണ്ടിയിട്ട് അത് അന്ന് മിക്സിയിലല്ലോ. ആദ്യത്തെ ഇത് ഞരടി പിഴിഞ്ഞെടുത്തിട്ട് അത് അമ്മയമ്മ വെച്ച് ഒതുക്കും. എന്നിട്ട് 2ാം പാലെടുക്കും. വീണ്ടും അമ്മിമ്മ വെച്ച് ഒന്നുകൂടി ഒതുക്കി 3ാം പാലെടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ കറിക്ക് പ്രത്യേക രസമാണ്. ഇനി നമുക്ക് തീ കത്തിക്കാം. 2ാം പാല് ചേർക്കാം. നമ്മുടെ എൽസി തേങ്ങ ചിരണ്ടിയ നിറയെ കൊത്താണ്. അപ്പം അതിലെല്ലാം ഇത് പഴുത് വരും. ഇപ്പം തീ കത്തി വരണോളൂ കേട്ടോ. ഞാൻ ഇന്ന് അമ്മയുടെ കറി ആയതുകൊണ്ട് മൺചട്ടി എടുത്തത്. വേറെ മൺചട്ടിയിലെ കറി വയ്ക്കുക. ഈ ചട്ടി ഇങ്ങനെ കാണുന്ന പോലെ അല്ല, ഭയങ്കര വെയിറ്റാണ്. അതാണ് ഞാൻ ഉപയോഗിക്കാത്തത്. ഈ കുടപ്പുളിയും കൂടിയാണ് കേട്ടോ പീസിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കാം. ഇതിനൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പം അമ്മമ്മ വയ്ക്കണം മീൻകറിയുടെ കളർ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മാമ്മയും അമ്മച്ചിയും അവർ 2 പേരുടെ കയ്യിൽ നിന്നാണ് മീൻകറി പഠിച്ചത്. മമ്മിയതെ മേമ്മയതെ മീൻകറി ഉണ്ടാക്കാൻ പഠിച്ചത് അവരുടെയൊക്കെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കണം. നമ്മുടെ കറിയിൽ ഉപ്പും പുളിയൊക്കെ ഉണ്ട്.
ഇനി ആദ്യത്തെ പാൽ ഫ്ലെയിം കുക്കണം വേണ്ട. എല്ലാം നന്നായിട്ട് വന്നിട്ട് നമുക്ക് ഇത് ഓഫാക്കാം, തീ ഓഫാക്കാം. ആദ്യത്തെ പാലൊഴിച്ചാരണേ ഈ ചട്ടിയിലിരുന്ന് തന്നെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് കാച്ചി ഒഴിക്കാം. ഓക്കെ, ഇത് അടച്ചു വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ഉലുവയിടാം. നമ്മുടെ അമ്മാമിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം വെളുത്തുള്ളി. വെളുത്തുള്ളി അമ്മാമിക്ക് ഇഷ്ടമല്ല. അത് മാത്രം ആൾ ഉപയോഗിക്കില്ല. നല്ല ആളോടെ കഴിക്കണം. മതി, രണ്ട് കരി. അമ്മ ഉലുവിടായിരുന്നോ? ഇല്ല, നമ്മുടെ കറിയിൽ ഉലുവ ഇടലില്ല. ഉള്ളിയും ഇത് മാത്രം വച്ചു വെക്കും. അത് ചോദിക്കാനായിട്ട് സൗണ്ട് വന്നൂല്ല. അവൾക്ക് ഡൗട്ട് തോന്നി, അമ്മാമ്മ ഇത് ഇടുമെന്ന്. അമ്മാമ്മയും നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചി വയ്ക്കും. ഇതിലും കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കും. നമ്മുടെ കറി പറയുമ്പോഴേ പിന്നെ പൂർണ്ണമായിട്ട് അമ്മയുടെ കറി അല്ല പൊടി. അവിടെ എന്ത് മീൻ വാങ്ങിച്ചാലും, മത്തിയായാലും ചെറിയ മീനായാലും വില കുറഞ്ഞ മീനായാലും എന്ത് മീൻ വാങ്ങിച്ചാലും പാലൊഴിഞ്ഞ് കറി വയ്ക്കുള്ളൂ. മുളക് കറി ഞാൻ കണ്ടിട്ടില്ല അമ്മയൊന്നും മുളക് കറി വയ്ക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഷുഗറും പ്രഷറൊക്കെ ആയപ്പോഴാണ് ഓരോരുത്തർ ഈ മുളക് കറിയിലേക്ക് കടന്നത്. അതുപോലെ ഇതിൻ്റെ ഇരട്ടി വെളിച്ചെണ്ണ നന്നായിട്ട് എണ്ണ കാച്ചി ഒഴിക്കും അമ്മാമ്മ. അമ്മാമ്മയുടെ കറിയിൽ ഉലുവ മാത്രമില്ല, ഉലുവ ഇട്ടു. അതങ്ങനെ ഇട്ട് പഠിച്ചിട്ടേ ഇപ്പം എടുത്താൽ പഠിത്താവ്. ഇത്തിരി എരിവ് കൂടി ചേർക്കാം. എരിവ് വേണമെങ്കിൽ ഈ സമയത്ത് അമ്മമ്മ എരിവ് ഇടാറുണ്ട് കേട്ടോ. നമ്മുടെ കറിയിൽ മീൻ കറിയില്ല, ഇത്തിരി എരിവ് നോക്കാം. ഈ കയ്യിലിടട്ട് ഞാൻ ചുറ്റിച്ച് നമ്മുടെ ഒരു കറി റെഡിയായി.